ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നവരാത്രി ആരംഭം. ഇനിയുള്ള 9 ദിവസം ദുർഗാദേവിയെ 9 ഭാവങ്ങളിലാണ് ആരാധിക്കുന്നത്. 10ാം ദിവസം വിജയദശമി, മഹിഷാസുരനെ ജയിച്ച ദേവിയുടെ വിജയ ദിവസമാണ്. പ്രഥമം ശൈലപുത്രീതി, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രഖണ്ഡേതി, കൂഷ്മാണ്ഡേതി ചതുർത്ഥകം, പഞ്ചമം സ്കന്ധമാതേതി, ഷഷ്ടം കാത്യായനീതി ച, സപ്തമം കാളരാത്രീതി, മഹാഗൗരീതി ചാഷ്ടമം, നവമം സിദ്ധിത പ്രോക്ത, നവദുർഗാ പ്രകീർത്തിത. നമ്മുടെ കുട്ടികളെ നവരാത്രി വ്രതത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും ഓരോ ദിവസത്തിൻ്റെയും പ്രത്യേകതകളെപ്പറ്റിയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഓരോ ദിവസത്തെയും മന്ത്രം ജപിപ്പിക്കുകയും ചെയ്യുക. നമ്മുടെ കുട്ടികൾ നമ്മുടെ സംസ്കാരത്തിൽ വളരട്ടെ. ഓരോ ദിവസത്തെയും ജപിക്കേണ്ട മന്ത്രങ്ങൾ. ഇന്ന് ദേവിയെ ശൈലപുത്രിയായിട്ടാണ് ആരാധിക്കുന്നത്. നവദുർഗമാരിൽ ഒന്നാമത്തെ ദുർഗയാണ് ശൈലപുത്രി. നവരാത്രിയിലെ ആദ്യ ദിനം ആരാധിക്കുന്നതും ദേവി ശൈലപുത്രിയെയാണ്. വന്ദേ വാഞ്ചിതലാഭായ ചന്ദ്രാർദ്ധാകൃതശേഖരാം, വൃഷാരൂഢാം ശൂലധരാം, ശൈലപുത്രീം യശസ്വിനിം. ഇതാണ് നവരാത്രി ആരംഭ ദിവസം, അതായത് 1ാം ദിവസം നമ്മൾ ശൈലപുത്രിയെ ആരാധിച്ച് ജപിക്കേണ്ട മന്ത്രം. നവരാത്രി കാലത്ത് 9 ദിവസവും ദേവി പ്രാധാന്യമുള്ള ദിവസങ്ങളാണ്. ഭക്തർക്ക് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും മാതൃസ്വരൂപിയായ ദേവിയെ ആരാധിക്കുവാനുള്ള വേള കൂടിയാണിത്. ഈ 9 ദിവസവും ദേവിക്ക് 9 ഭാവങ്ങളാണ്. ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രഖണ്ഡ, കൂഷ്മാണ്ഡ, സ്കന്ദമാത, കാത്യായനി, കാളരാത്രി, മഹാഗൗരി, സിദ്ധിദാത്രി എന്നിവയാണവ. 9 പകലും രാത്രിയും നടക്കുന്ന സുന്ദരവും ഭക്ത്യാധിക്യവുമുള്ള ഉത്സവമാണ് നവരാത്രി. രാജ്യത്തൊട്ടാകെ നവരാത്രി ആഘോഷങ്ങളുടെ കാലമാണ് ഇത്. കന്നിമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞ് പ്രഥമ മുതൽ 9 ദിവസമാണ് ആഘോഷം. മഹിഷാസുരനെ നിഗ്രഹിക്കാൻ പാർവതി, സരസ്വതി, ലക്ഷ്മി എന്നീ ദേവതകൾ ചേർന്ന് ദുർഗാദേവിയായി രൂപമുണ്ട് 9 ദിവസം വ്രതമനുഷ്ഠിച്ച് ആയുധപൂജയിലൂടെ ശക്തിയാർജിച്ചെന്നാണ് നവരാത്രിയുടെ ഐതിഹ്യങ്ങളിൽ പ്രധാനം. നവരാത്രിയിൽ ആദ്യ 3 ദിവസം പാർവതിയെയും അടുത്ത 3 ദിവസം ലക്ഷ്മിയെയും അവസാന 3 ദിവസം സരസ്വതിയെയുമാണ് പൂജിക്കുന്നത്. കേരളത്തിലെ നവരാത്രി ആയുധപൂജയുടെയും വിദ്യാരംഭത്തിൻ്റെയും സമയമാണ്. അഷ്ടമി നാളിൽ എല്ലാവരും പണിയായുധങ്ങൾ പൂജയ്ക്ക് വയ്ക്കുന്നു. മഹാനവമി ദിവസം മുഴുവൻ പൂജ ചെയ്ത ശേഷം വിജയദശമി ദിവസം കുട്ടികളെ എഴുത്തിനിരുത്തുന്നത് അന്നാണ്. ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ചത് നവരാത്രിയുടെ അവസാനമാണെന്നും ഐതിഹ്യമുണ്ട്. ദുർഗാദേവിക്ക് വേണ്ടി നടത്തപ്പെടുന്നതാണ് നവരാത്രി പൂജ. ശരത്കാലത്തിനും വസന്തകാലത്തിലുമാണ് വിധിപ്രകാരം നവരാത്രി പൂജ ചെയ്യേണ്ടത്. കാലദംഷകൾ എന്നാണ് ഈ 2 കാലവും അറിയപ്പെടുന്നത്. മേടം, തുലാം എന്നീ മാസങ്ങളിൽ ഈ വ്രതം അനുഷ്ഠിക്കണമെന്നാണ് വിധി. ത്രൈലോകങ്ങൾ കീഴടക്കുവാണ് അസുരരാജാവായിരുന്നു മഹിഷാസുരൻ. സ്വർഗത്തിൽ നിന്ന് ഇന്ദ്രനെയും ദേവകളെയും മഹിഷാസുരൻ ആട്ടിപ്പായിച്ചു. ത്രിമൂർത്തികളായ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരുടെ നിർദ്ദേശപ്രകാരം ദേവകളുടെ എല്ലാം തേജസ് ഒന്നായി ചേർന്ന് രൂപമെടുത്തതാണ് ദുർഗാദേവി. വിവിധ രൂപങ്ങളിലായി സ്ഥിതി ചെയ്തിരുന്ന ശക്തികളെല്ലാം സമാഹരിച്ച് രംഗപ്രവേശം ചെയ്ത അതിസുന്ദരിയായിരുന്നു ദേവി. ദേവി ദേവലോകത്തെത്തി മഹിഷാസുരനെ വെല്ലുവിളിച്ചു. ദേവിയെ കണ്ട മാത്രയിൽ തന്നെ മഹിഷാസുരൻ ദേവിയിൽ അനുരക്തനായി. എന്നാൽ തന്നെ പരാജയപ്പെടുത്താൻ കഴിവുള്ള ആളുടെ ഭാര്യയാകാനാണ് തനിക്കിഷ്ടമെന്ന് ദേവി അരുളി ചെയ്തു. ഇരുവരും യുദ്ധവും ആരംഭിച്ചു. യുദ്ധത്തിനെത്തിയ മഹിഷാസുരൻ്റെ മന്ത്രിമാരെ എല്ലാം ഒന്നൊന്നായി ദേവി കൊന്നൊടുക്കി. ഒടുവിൽ മഹിഷാസുരൻ തന്നെ നേരിട്ടെത്തി. വിഷ്ണുചക്രം കൊണ്ട് ദേവി മഹിഷാസുരൻ്റെ കണ്ഠം ഛേദിച്ചു. ദേവകൾ അത്യധികം ആനന്ദിച്ചു. ദുർഗാദേവി മഹിഷാസുരനെ കൊന്നു വിജയം വരിച്ചതാണ് വിജയദശമി എന്ന് സങ്കല്പിക്കപ്പെടുന്നു. ദുർഗ മഹിഷാസുരനെ ജയിച്ചെന്ന കഥ വിദ്യയുടെ ആവിർഭാവത്തോടെ ആജ്ഞാനാന്ധകാരം നശിച്ചു എന്നതിൻ്റെ സൂചനയായി കണക്കാക്കാം. അതിനാൽ ജീവിത വിജയത്തിന് ഉപകരിക്കുന്ന സകല കലകളുടെയും അഭ്യാസ സംരംഭത്തിന് ഏറ്റവും അനുയോജ്യമായ സന്ദർഭമായി ഇതിനെ പരിഗണിക്കാവുന്നതാണ്.
ദുർഗയുടെ തന്നെ രൂപാന്തര സങ്കല്പമാണല്ലോ സരസ്വതി ദേവി. ദേവിയുടെ വിജയദിനമായി കരുതപ്പെടുന്ന വിജയദശമി വിദ്യാരംഭ ദിനമായി ആചരിക്കപ്പെടുന്നു. യോദ്ധാവ് തൻ്റെ ആയുധങ്ങളെയും സാഹിത്യകാരൻ തൻ്റെ ഗ്രന്ഥങ്ങളെയും തൂലികയെയും സംഗീതജ്ഞർ ഉപകരണങ്ങളെയും ദേവിയുടെ പാദത്തിൽ സമർപ്പിച്ച് പൂജിച്ച ശേഷം വിജയദശമി ദിനത്തിലെ ശുഭമുഹൂർത്തത്തിൽ പ്രാർത്ഥനാപൂർവം അവ തിരികെ എടുക്കുന്നു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ വ്യത്യസ്ത രീതിയിലാണ് നവരാത്രി ആഘോഷിക്കുന്നത്. ഉദാഹരണത്തിന് ഗുജറാത്തിൽ ആളുകൾ ദണ്ഡിയ അവതരിപ്പിച്ച് ആഘോഷം നടത്തുന്നു. ബംഗാളിൽ സപ്തമി മുതൽ ദശമി വരെയുള്ള അവസാന 4 ദിവസങ്ങളിൽ സാംസ്കാരിക കലാപരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ കാലയളവിൽ തീവ്രമായ പൂജാ ചടങ്ങുകൾ നടത്തപ്പെടാറുണ്ട്. കൂടാതെ ദുർഗാദേവിയുടെ വിഗ്രഹങ്ങളുടെ വിസർജനത്തോടെ ആഘോഷങ്ങൾ സമാപിപ്പിക്കുകയും ചെയ്യുന്നു. തമിഴ്നാട്ടിൽ ഈ സമയത്ത് ദുർഗ, സരസ്വതി, ലക്ഷ്മി എന്നിവരെ ആരാധിക്കുന്നു. പഞ്ചാബിൽ ഭക്തർ ആദ്യത്തെ 7 ദിവസം വ്രതം ആചരിക്കുകയും 8ാം ദിവസം 9 പെൺകുട്ടികൾക്ക് ഭക്ഷണം വിളമ്പുകയും അവരുടെ പാദങ്ങളിൽ സ്പർശിക്കുകയും അനുഗ്രഹം തേടുകയും ചെയ്യുന്ന കന്യാപൂജ നടത്തി നോമ്പ് തുറക്കുന്നു. അതുപോലെ മറ്റു സംസ്ഥാനങ്ങളും സന്തോഷിക്കാൻ അവരുടേതായ തനതായ ആചാരങ്ങൾ പിന്തുടരുന്നുണ്ട്. നവരാത്രി കാലത്തെ 9 ദിവസവും ദേവി പ്രാധാന്യമുള്ള ദിനങ്ങളാണ്. ഭക്തർക്ക് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും മാതൃസ്വരൂപിയായ ദേവിയെ ആരാധിക്കുവാനുള്ള അവസരമാണിത്. ഈ 9 ദിവസവും ദേവിക്ക് 9 ഭാവങ്ങളാണ്. അതറിയാലോ അല്ലേ? ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രഖണ്ഡ, കൂഷ്മാണ്ഡ, സ്കന്ധമാത, കാത്യായനി, കാളരാത്രി, മഹാഗൗരി, സിദ്ധിദാത്രി എന്നിവയാണത്. നവരാത്രിയിൽ 9 ദിവസങ്ങളിൽ ധരിക്കുന്ന വസ്ത്രങ്ങളുടെ നിറത്തിലുമുണ്ട് പ്രത്യേകത. നവരാത്രി കാലത്ത് ഓരോ ദിനവും ദേവിക്ക് പ്രിയമായ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഉത്തമമായാണ് കരുതപ്പെടുന്നത്. 9 ദിവസത്തെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുമ്പോൾ ഓരോ ദിവസവും സമർപ്പിച്ചിരിക്കുന്ന നിറങ്ങളെയും അവയുടെ പ്രാധാന്യത്തെയും പറ്റി നമുക്ക് ഒന്ന് അറിയാം. നവരാത്രി ദിവസങ്ങൾക്കനുസരിച്ച് നിറങ്ങൾ ധരിക്കുന്നത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ സമാധാനവും ഐക്യവും കൈവരുത്തുകയും ചെയ്യുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 9 ദിവസത്തെ ഉപവാസം തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തെ ആണ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് നവരാത്രി ദിവസം 9 ദിവസവും ധരിക്കേണ്ട വസ്ത്രത്തിൻ്റെ നിറങ്ങളെക്കുറിച്ചുകൂടെ ഒന്നറിയാം. ആദ്യത്തെ ദിവസം അതായത് 1ാമത്തെ ദിവസം നമ്മൾ ദേവിയെ ആരാധിക്കുന്നത് ശൈലപുത്രിയായിട്ടാണ്. ദേവിക്ക് അന്നത്തെ ദിവസം നമ്മൾ ധരിക്കേണ്ട വസ്ത്രത്തിൻ്റെ നിറം മഞ്ഞയാണ്. ഇത് ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി നമുക്ക് 2ാമത്തെ ദിവസം ഏത് നിറത്തിലുള്ള വസ്ത്രമാണ് ധരിക്കേണ്ടതെന്ന് നോക്കാം. 2ാമത്തെ ദിവസം നമ്മൾ ആരാധിക്കുന്നത് ബ്രഹ്മചാരിണിയെയാണ്. ഈ ദിവസം നമ്മൾ ധരിക്കേണ്ട വസ്ത്രത്തിൻ്റെ നിറമാണ് പച്ച. ഇത് പ്രകൃതിയുടെ നിറമാണ്. സമാധാനവും ശാന്തതയും നിലനിർത്താൻ ഈ നിറം സഹായിക്കും. പുതിയ തുടക്കങ്ങളുടെയും സമൃദ്ധിയുടെയും പ്രതീക്ഷകൾ നൽകുന്ന നിറമാണ്. ഇനി നമുക്ക് 3ാം ദിവസം നോക്കാം. നവരാത്രി 3ാം ദിവസം നമ്മൾ ചന്ദ്രഖണ്ഡാദേവിയെയാണ് ആരാധിക്കുന്നത്. നവരാത്രി 3ാം ദിവസം ധരിക്കേണ്ട വസ്ത്രത്തിൻ്റെ നിറമാണ് ചാരനിറം. ഇത് പക്വതയെയും ജ്ഞാനത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് 4ാം നാൾ ധരിക്കേണ്ട വസ്ത്രത്തിൻ്റെ നിറം ഏതാണെന്ന് നോക്കാം. 4ാം നാൾ നമ്മൾ കൂഷ്മാണ്ഡാദേവിയെയാണ് ആരാധിക്കുന്നത്. 4ാമത്തെ ദിവസം നമ്മൾ ധരിക്കേണ്ട നിറം ഓറഞ്ചാണ്. ഈ നിറം ധരിക്കുമ്പോൾ നമുക്ക് സന്തോഷവും പോസിറ്റിവിറ്റിയും അനുഭവപ്പെടുന്നതാണ്. ഇനി നമുക്ക് 5ാമത്തെ ദിവസം നമ്മൾ ആരാധിക്കുന്നത് സ്കന്ധമാതാദേവിയെയാണ്. 5ാമത്തെ ദിവസം നമ്മൾ ധരിക്കേണ്ട വസ്ത്രത്തിൻ്റെ നിറം വെള്ളയാണ്. ഇത് സമാധാനത്തിൻ്റെയും വിശുദ്ധിയുടെയും നിറമാണ്. ആത്മീയ അഭിവൃദ്ധിക്കും ശാന്തതയ്ക്കും ഈ നിറം പ്രസിദ്ധവുമാണ്. ഇനി നവരാത്രിയുടെ 6ാം നാൾ നമ്മൾ കാത്യായനി ദേവിയെയാണ് ആരാധിക്കുന്നത്.
6-ാം നാൾ നമ്മൾ ധരിക്കേണ്ട വസ്ത്രത്തിൻ്റെ നിറം ചുവപ്പാണ്. ദേവിക്ക് പ്രിയപ്പെട്ട നിറമാണ് ചുവപ്പ് നിറം. ഈ ദിനം നമ്മൾ ചുവപ്പ് വസ്ത്രം ധരിക്കുന്നത് ശക്തിയെയും ധൈര്യത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. നവരാത്രിയുടെ 7-ാം നാൾ നമ്മൾ കാളരാത്രി ദേവിയെയാണ് ആരാധിക്കുന്നത്. അന്ന് നമ്മൾ ധരിക്കേണ്ട വസ്ത്രത്തിൻ്റെ നിറം നീലയാണ്. ഇത് സമൃദ്ധി, ചാരുത, ശാന്തത എന്നിവയുടെ പ്രതീകമാണ്. നവരാത്രി 8-ാം നാൾ നമ്മൾ ആരാധിക്കുന്നത് മഹാഗൗരിയെയാണ്. അന്ന് നമ്മൾ ധരിക്കേണ്ട വസ്ത്രത്തിൻ്റെ നിറം പിങ്ക് ആണ്. ഇത് സ്നേഹം, വാത്സല്യം, ഐക്യം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ നിറം പൊതുവെ സന്തോഷം നൽകുകയും ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നവരാത്രി 9-ാം നാൾ നമ്മൾ ആരാധിക്കുന്നത് മാതാ സിദ്ധിദാത്രിയെയാണ്. ഈ ദിവസം നമ്മൾ ധരിക്കാൻ ഉൾപ്പെടുത്തേണ്ട വസ്ത്രത്തിൻ്റെ നിറം പർപ്പിളാണ്. ഇത് ആഡംബരത്തെയും മഹത്വത്തെയും പ്രതിനിധീകരിക്കുന്ന നിറം കൂടിയാണ്. ഈ വർഷത്തെ നവരാത്രിയിൽ ഈ നിറങ്ങൾ ഉള്ള വസ്ത്രങ്ങൾ നമ്മുടെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തി നമുക്ക് ദേവിയുടെ അനുഗ്രഹവും ജീവിതത്തിൽ പോസിറ്റിവിറ്റി, ഐശ്വര്യം എന്നിവയും നേടാൻ ശ്രമിക്കാം. മഹത്തായ സനാതനധർമ്മ പാരമ്പര്യത്തിലെ ഒരു കണ്ണിയാവാൻ കഴിഞ്ഞത് ജന്മാന്തര സുഹൃതമായി ഞാൻ കണക്കാക്കുകയാണ്. മഹത്തായ അറിവ് പകർന്നു നൽകിയ ഏവരോടുമുള്ള കടപ്പാട് വിനയപൂർവ്വം ഞാൻ സ്മരിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.